കേരളത്തിൻ്റെ കേരള ദേശീയതയെക്കുറിച്ച് സങ്കല്പിക്കുന്ന തീർച്ചയായിട്ടും ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായിട്ട് സങ്കല്പിക്കപ്പെടുന്നുണ്ട്. ഈ ഓണത്തെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് എന്താണ്? ഈ പെർസ്പെക്റ്റീവ് ഓണത്തെ നമുക്ക് എങ്ങനെയാണ് നോക്കിക്കാണാൻ പറ്റുക? ഈ ഓണം ഒരു കേരളത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള മിത്തുകൾ കേരളത്തിലെ ഭരണസമൂഹം ഒരു 10-ാം നൂറ്റാണ്ട് മുതൽ പലതരത്തിലുള്ള മിത്തുകൾ ചരിത്രമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് മിത്ത്, ഒന്നാമത്തെ മിത്ത് എന്ന് പറയുന്നത് കേരളം ഉണ്ടാക്കിയത് പരശുരാമനാണ്. അത് തന്നെ ഒരു വലിയൊരു മിത്താണ്, സ്റ്റോറി, ഒരു ലെജൻഡാണ്. ഈ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് ലെജൻഡാണ്. ഈ ബ്ലൈൻഡ് അന്ധമായ ഈ കെട്ടുകഥകൾ, ഈ ബ്ലൈൻഡ് ലെജൻഡിനെ ഇവർ ഹിസ്റ്ററിയാക്കും. അപ്പോൾ കേരളം ഉണ്ടായത് തന്നെ ഒരു ഈ പറയുന്ന ഒരു കള്ളക്കഥയിലൂടെയാണ് കേരളം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് എപ്പോഴും ഇന്ത്യൻ സമൂഹത്തിലെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ബ്രാഹ്മണ്യ വരേണ്യ നിർമ്മിച്ചിട്ടുള്ള ലെജൻഡുകൾ, അവർ നിർമ്മിച്ചിട്ടുള്ള ബ്ലൈൻഡ് സ്റ്റോറി, കള്ളക്കഥകൾ. ഈ കള്ളക്കഥകളിലൂടെയാണ് കേരളം ഒരു ദേശീയ രാജ്യം, കേരളത്തിൽ ഒരു വലിയ ആഘോഷമുണ്ടായിരുന്നു. അതിൽ ആ ആഘോഷത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഓണം എന്ന നിലയിൽ ഇവർ സൂചിപ്പിക്കുന്നത്. ഓണത്തെ രണ്ട് രൂപങ്ങളിലാണ് ദലിതർ കാണുന്ന, രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന്, ഓണമെന്ന് പറയുന്ന ദിവസം അവരുടെ ഒരു രാജാവ് കൊല ചെയ്യപ്പെട്ട ഒരു ദിവസം. അവരുടെ രാജാവിൻ്റെ പേര് മഹാബലി എന്നാണ്. ഈ മഹാബലി എന്ന് പറയുന്ന ഈ ദ്രാവിഡ രാജാവ് ദലിത് മിത്തിൻ്റെ അകത്തും ദലിത് ഫോക്കുകൾക്കകത്തും ട്രൈബൽ ഫോക്കുകൾക്കകത്തും അവരുടെ രാജാവാണ്, അവരുടെ ഒരു രാജാവാണ്. ഈ രാജാവ് നല്ല രാജാവ്, ആളുകളെയൊക്കെ ഈക്വാലിറ്റി കൊടുത്തിട്ടുണ്ട്, സമത്വത്തിന് ശ്രമിച്ചിട്ടുണ്ട്, സാഹോദര്യത്തിന് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമത്വവും സാഹോദര്യവും ഈക്വാലിറ്റിയും ഫ്രട്ടേണിറ്റിയും ലിബർട്ടിയും കൊടുത്തിട്ടുള്ള രാജാവ്, ഇന്ത്യയിൽ ഈ രാജാവ് വരണമെങ്കിൽ ഇത് ഒരു ബുദ്ധൻ്റെ മിത്തിൽ നിന്നേ വരാൻ പറ്റും. ഇത് ബുദ്ധൻ്റെ മിത്തിൽ നിന്ന് വരുന്ന ഒരു രാജാവാണ് ഈ രാജാവ്. പക്ഷേ ഈ രാജാവിനെ ആയർനൈസേഷന് ശേഷം, അല്ലെങ്കിൽ ആയർനൈസേഷൻ്റെ ഒരു സ്ട്രഗിളിൽ ഇങ്ങനെ സോ മെനി കിങ്സ് ആർ കിൽഡഡ് ബൈ ദ ആര്യൻസ്, കുറേ രാജാക്കന്മാർ കൊല ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ സെയിം ഫോക്ക് ദളിതർക്കിടയിലും ട്രൈബ്സുകൾക്കിടയിലും, ഇപ്പോൾ വയനാടൻ ആദിവാസി സോങ്സിനിടയിലൊക്കെ ഈ ഇത് കാണാൻ പറ്റും. മാവേലിയെ വാമനൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്നത് ദലിതരെയോ ആദിവാസികളെയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജാവ് കൊല ചെയ്യപ്പെട്ട ബ്ലാക്ക് ഡേ ആണ്, ദുഃഖ ദിവസമാണ്. അതേസമയത്ത് ഇത് വരേണ്യരെ സംബന്ധിച്ചിടത്തോളം അത് ഹാപ്പി, അവരുടെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം അവരുടെ എൻട്രൻസ്, അവരുടെ പവർ എൻട്രൻസ് ചെയ്ത, അവർക്ക് അധികാരം ലഭിച്ച ഒരു ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രാജാവിനെ കൂടി കൊന്നു കഴിഞ്ഞു. ഇനി അവർക്ക് ആരും പേടിക്കാനില്ല. അപ്പോൾ ഈ രാജാവിനെ കൂടി കൊല്ലുകയും ഇവിടുത്തെ നേറ്റീവ്സിനെ, ഇവിടുത്തെ തദ്ദേശീയരെ, ഇവിടുത്തെ ട്രൈബ്സിനെ ഒക്കെ അവർ ജാതി കാസ്റ്റ് സിസ്റ്റത്തിൽ താഴെയാക്കുന്നു. സ്ലേവറി കൊണ്ടുവന്നിട്ട് അതിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ സ്ലേവറിയും കാസ്റ്റ് സിസ്റ്റവും ഓപ്പൺ ചെയ്യുക. ഈ ഓണം എന്ന ഈ പറയുന്ന ദിവസത്തിൽ ഈ രണ്ട് കാര്യങ്ങളും, സ്ലേവറിയും കാസ്റ്റ് സിസ്റ്റവും ഓപ്പൺ ചെയ്യും. കേരളത്തിൽ തുടങ്ങുന്നതിൻ്റെ ഒരു ടൈമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏജാണ് ഈ മാവേലി മരിക്കുന്നതോടുകൂടി. അപ്പോൾ അത് വളരെ വളരെ വ്യക്തമായ ഹിസ്റ്ററിയാണ്. മാവേലി ഈസ് അസുര, വാമന ഈസ് വിഷ്ണു. പക്ഷേ അസുരനായ മാവേലി എല്ലാവർക്കും ഈക്വലായിട്ട് തുല്യമായിട്ട് ഭരിച്ചു. വാമനൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. പക്ഷേ വാമനൻ വന്നിട്ട് മാവേലിനെ മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ്. അപ്പോൾ ദലിതർ ചോദിക്കുന്ന ചോദ്യം, അസുരനായ മാവേലി മരിച്ച ദിവസം ഞങ്ങൾക്ക് എങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഡേ ആവും? ഞങ്ങളുടെ ഫോർഫാദർ മരിച്ച ദിവസം ഞങ്ങൾക്ക് എങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഡേ ആവും? അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുഃഖ ദിവസമാണ്. അത്
ഞങ്ങൾക്ക് ദുഃഖിക്കാനുള്ള ദിവസമാണ്, അത് ഫെസ്റ്റിവലിനുള്ള ദിവസമല്ല. പക്ഷേ ഈ ബ്രാഹ്മണരുടെ അധികാരം വെച്ചിട്ട് അവരതിനെ വല്ലാതെ അതിനെ മീഡിയയിലൂടെയൊക്കെ ചെയ്ത് ഓണം മുഴുവൻ കേരളീയരുടെയും ഒരു ആഘോഷമാക്കിക്കൊണ്ട് റിയലായ ഈ ഒരു ഹിസ്റ്ററിയെ അവർ ഡിപ്രസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മൂടി വെക്കുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്.